എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഉണ്ണിയേട്ടൻ വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ പൂര കളിയാണ് 3 പേരും കൂടിയിട്ട്. സോ ഇന്ന് നമുക്ക് സ്കൂളുണ്ട്, പക്ഷേ തെറാപ്പി ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അതിന് വീട്ട് പിന്നെ നമ്മൾ രാവിലെ പരിപാടിക്കാണ് നടക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുക്കള കണ്ട് ഞെട്ടൊന്നും ചെയ്യരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഇഡ്ഡലിയാണ്. ഉണ്ണിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയോ എന്തെങ്കിലുമൊക്കെ മൂപ്പർക്ക് സ്പെഷ്യൽ. ഇഡ്ഡലി എന്നിവിടുത്തെ സ്പെഷ്യലാണ്. മിക്കവാറും ഇവിടെ ഇഡ്ഡലി ദോശ തന്നെയായിരിക്കും. അങ്ങനെ പിള്ളേർക്കും കൊടുക്കാൻ എളുപ്പം, എനിക്ക് ഏറ്റവും ഉണ്ടാക്കാൻ എളുപ്പം അതാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചടങ്ങിലാണ് ഞങ്ങൾ. പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ, ഇത് ഞാൻ ചെറുപ്പളശ്ശേരി പോയിരുന്ന സമയത്ത് ഗ്യാസാണ് കേട്ടോ. ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ ഇത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മേടിച്ച ഗ്യാസിൻ്റെ എന്താ സാധനത്തിന് പറയാം, 4 കാലുള്ള സാധനം നമ്മൾ ഈ ചട്ടിയൊക്കെ കയറ്റി വെക്കണ ഐറ്റം, അതിൻ്റെ ഒരു കാലം ഒടിഞ്ഞു. എനിക്കാണെങ്കിൽ പോകുമ്പോൾ എന്ത് മേടിച്ചാലും ഞാൻ ആ സാധനം മേടിക്കാൻ മറക്കും. ഉണ്ണിയേട്ടനാണെങ്കിൽ വന്നിട്ട് വമ്പൻ ചീത്ത, എന്തൊക്കെ മേടിക്കാൻ പറ്റുന്ന ആ സാധനം മാത്രം മറക്കാം. അതിന് ഞാൻ ഒരു കല്ലൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാറുണ്ട്. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതിന് വന്നിട്ട് പുറു പറയരുത്. ദെൻ രാവിലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ണിയേട്ടന് കഴിക്കാൻ ഇഷ്ടം ചട്ടണി ഇഷ്ടമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി, അതും ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി ബ്രാഹ്മിൺസിൻ്റെ പൊടി ഉണ്ടല്ലോ, സാമ്പാർ പൊടി, അത് ഇട്ടിട്ടുള്ള സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ എൻ്റെ ഫേവറേറ്റ്, എനിക്കിഷ്ടം ചട്ടണിയാണ്. ഉള്ളിച്ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞാനും ദേവയും തമ്മിലുള്ള കുണു വർത്താനാണ്. ഒരാൾ പിന്നാലെ നടന്നിട്ട് എനിക്ക് മിച്ചറുതായോ എന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും അതെ, മക്കളും അതെ. മിച്ചർ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ പഴം വറുത്തത്, ചക്ക വറുത്തത്, പിന്നെ കായ വറുത്തത്, കൊള്ളി വറുത്തത്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഈ വറവുകളുണ്ടല്ലോ, ചാവും കിടന്നിട്ട്. പിന്നെ എൻ്റെ ഒരുക്കപ്പാച്ചലാണ്. ഞാൻ കെട്ടി ഒരുങ്ങി പോവുകയാണ്. എവിടേക്കാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേവയുടെ തെറാപ്പി ഉണ്ട് രാവിലെ. അപ്പോൾ ഇന്ന് ഉണ്ണിയേട്ടൻ വന്നിട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിപ്പോൾ വേറൊരു സെക്ഷൻ ഓഫ് തെറാപ്പി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് പോവുകയും ചെയ്യാം, ദെൻ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ. നോക്കുണ്ണേട്ടാ, ദേവ ഇവിടെ നോക്കിയേ. ഇറങ്ങുണ്ണിട്ട് ഇറങ്ങ താക്കോലൊക്കെ ഉള്ളതാ. ക്ലാവിനെ പിടിക്ക. പിന്നെ ആക്ച്വലി ഇതിപ്പോൾ ഞങ്ങൾ വീട് പണി കഴിഞ്ഞ സമയത്ത് അമ്മ തന്നതാണത്. ഉണ്ണിയേട്ടൻ്റെ അമ്മ തന്ന വാഷിംഗ് മെഷീനാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലത്. അപ്പോൾ അത് എന്തോ അതിൻ്റെ ഡ്രൈനർ എന്തോ പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ പുറത്ത് പോയിട്ട് നമ്മുടെ അലക്കുകളൊക്കെ കെട്ടാനായിട്ടുണ്ട്. കുറച്ച് പണികൾ ഇത്തിരി അധികം ഉണ്ട്. അപ്പോൾ അത് അലക്കുകളൊക്കെ കെട്ടാൻ, അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ചൊക്കെ തുണികളുണ്ടായിരുന്നു. ഉണ്ണിയേൻ്റെ ഷർട്ടും കൊണ്ടുവന്ന് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ കൂടി ഞാൻ അലക്കുവാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പിന്നെ നിധി ഇരുന്നിട്ട് മറ്റേ ഈ കാത്തൂൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഉച്ചഭക്ഷണം കൊടുത്തു. ഉണ്ണിയേട്ടൻ എവിടേക്കോ പോയിക്കാണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുണുകുണൊക്കെ പറഞ്ഞാലാണ് 36 വായിലേക്ക് ഒരു 2 വായേ ചെല്ലുള്ളൂ. പക്ഷെ മറിച്ച് ഇപ്പോൾ വല്ല മസാല ദോശയോ ബിരിയാണിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറന്നെത്തും 2 പേരും. ഭയങ്കര ഇഷ്ടമാണ്. ദേവയ്ക്ക് പിന്നെ ചോറ് ഭയങ്കര ഇഷ്ടം. ഞാൻ ദേവയുടെ സെയിം ഫുഡ് ടേസ്റ്റൊക്കെ ഒരേപോലെയാണ്. ഉണ്ണിയേട്ടനും നിത്യം ഏകദേശം ഫുഡ് ഇഷ്ടം ഒരേപോലെയാണ് കേട്ടോ. ഞാനും ദേവയും ഏകദേശം അല്ല മൊത്തം എനിക്കിഷ്ടമുള്ളത് കൂടുതലും ദേവയ്ക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ്.
ഉണക്കമാന്തൽ വറുക്കുക, ഈ പരിപ്പ് കുത്തി കാച്ചുക, മുട്ട വറുക്കുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോഴേക്കും പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഉണ്ണിയേട്ടൻ വന്നു. പിന്നെ ഞാൻ വൈകുന്നേരമല്ല തെറ്റേറ്റി പോയി, ഉച്ചയ്ക്ക് അയ്യോ സോറി ഉച്ചയായപ്പോഴേക്കും ഉണ്ണിയേട്ടൻ തിരിച്ച് റിട്ടേൺ എത്തി. ദേവേന തെറാപ്പി ആക്കിയില്ലോ. ദെൻ അപ്പോഴേക്കും ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കുകയാണ് ഉച്ചയ്ക്ക്. ദെൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈൽ ഉപ്പേരിയാണ് ഇത്. സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് കുത്തിക്കാച്ചുക എന്ന് പറയും. ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതെനിക്ക് അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു ടെക്നിക്കാണ്. മിക്കവാറും തൃശ്ശൂർക്കാർക്ക് അറിയേണ്ടതാണ്. ഉരുളക്കിഴങ്ങ് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം കേട്ടോ. കാണാനേ ഇത് അമ്മ സ്പെഷ്യൽ സാധനമാണ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഉപ്പേരി മെഴുക്ക് വരട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് പണ്ട് മുതലേ അമ്മ വീട്ടിൽ തൃശ്ശൂരായിരുന്ന സമയത്ത് ചെയ്ത് വെച്ചിട്ട് പോകാറില്ല. അപ്പം ഇവിടെ വരുന്ന സമയത്ത് അമ്മ എനിക്ക് ഈ പാത്രം നിറയെ ചെയ്ത് വെച്ചിട്ടാണ് പോവാറ്. സോ ഇത് ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര എളുപ്പം എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇത് മാത്രം മതി. ദെൻ കുറച്ച് ഉപ്പ്, ദെൻ എന്താ നിങ്ങൾ മെഴുക്ക് വരട്ടാൻ ഉദ്ദേശിക്കുന്ന പയറോ ഉരുളക്കിഴങ്ങോ വെണ്ടയ്ക്കോ വാട്ടവർ എന്താണെങ്കിലും ഈ ഒരു സാധനം മാത്രം മതി. മീൻസ് കൂർക്കൊക്കെ ഉണ്ടാക്കി അടിപൊളിയാണ് ഈ സാധനത്തിന്. സോ ലെറ്റ്സ് ഗെറ്റ് സീ. നമുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അടിച്ച് ഇത് എനിക്ക് ഇടുന്ന കാണിക്കാം കണ്ടോ കേട്ടോ. ഉരുളക്കിഴങ്ങ് നീ എന്താ ഇവിടെ ചെയ്യണേ? പിന്നെ പാകത്തിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുളക്കിഴങ്ങ് വേവാനുള്ളൊരു വെള്ളം മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. ഗ്യാസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലോസ് ചെയ്ത് വയ്ക്കുക. പിന്നെ വേവുമ്പോൾ തന്നെ ഷു പറഞ്ഞോളൂ. ഇത് അമ്മ സ്പെഷ്യലാണ് കേട്ടോ. അമ്മ ചെറുപ്പം മുതലേ നല്ല പോലെ വരട്ടെ. അപ്പോൾ ഉരുളക്കിഴങ്ങുപ്പേരി ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും ഞാൻ ഉണക്കമീൻ സെറ്റാക്കി. ഉണക്കമീനും ഉരുളക്കിഴങ്ങുപ്പേരും പരിപ്പ് കുത്തിക്കാച്ചി ഇതും മുട്ട വറുത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ വേണ്ടത്? തൃശ്ശൂർക്കാർക്ക്, എൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർക്കാർക്ക് പരിപ്പ് കുത്തിക്കാച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വികാരമാണെന്ന് എൻ്റെ ഒരു തോന്നലിട്ട്. എനിക്കറിയില്ല എല്ലാവർക്കും എങ്ങനെയാണോന്ന്. എനിക്കങ്ങനെയാണ്. പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് സ്ഥിരം അമ്മ പരിപ്പ് കുത്തിക്കാച്ചത് മുട്ട വറുത്തുണ്ടാക്കി തരും. പിന്നെ അവസാനം ഞങ്ങൾ ഫുഡ് അടിക്കുകയാണ്. ഞാനും ഉണ്ണിയേട്ടൻ നിധി ദേവ സ്കൂളിൽ നിന്ന് ഫുഡ് അടിക്കുന്നുണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് വീഡിയോ ആണിത്. ഇത് ആഫ്റ്റർനൂൺ സെക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും എടുക്കാൻ പറ്റിയില്ല. സോ ടാറ്റാ.